സ്വർഗത്തിലും ഒരുക്കി തന്ന വലിയവനായ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ വാഴ്ത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. അങ്കിൾ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പേര് എബി എന്നാണ്. എൻ്റെ മാതാവിൻ്റെ പേര് ഉഷ. എൻ്റെ സഹോദരനുണ്ട് എൽദോസ്. എൻ്റെ ഞാൻ ജ്യേഷ്ഠതുല്യം സ്വീകരിക്കുന്ന സ്തോത്രം പൈലി തട്ടുംപുറന്ന് തോമസ് അങ്കിളും ഞങ്ങളും മേരിലാൻഡിൽ തന്നെയാണ് താമസിക്കുന്നത്. ഞാൻ ആ ദൈവത്തിൻ്റെ ദാസനെ ഓർത്തെല്ലാം ദൈവത്തെ വാഴ്ത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കുവാൻ ഒരുക്കി തന്ന വലിയ അവസരങ്ങളെ ഓർത്ത് ഒരിക്കൽ കൂടി നന്ദി ദൈവത്തിന് കരയറ്റുന്നു. അതിനോട് അങ്കിളിനോടും ദൈവസഭയോടും നന്ദി കർത്താവ് മുന്നമേ അറിയിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് പാടാം. ആദ്യം 1-2 പാട്ടുകൾ പാടാം. അതിനുശേഷം അമ്മി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം സംസാരിക്കും. അതിനുശേഷം ഞാനും സ്തോത്രം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം സംസാരിക്കുവാൻ ദൈവത്തിൽ ശരണം പ്രാപിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ ആയിരിക്കാം. ഹല്ലേലൂയ. വചനത്തിൽ ഇങ്ങനെ പറയുന്നു, 2-3 പേർ കർത്താവിൻ്റെ നാമത്തിൽ കൂടി വരുന്നതൊക്കെയും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിച്ച് ആ മീറ്റിംഗ് തുടങ്ങിയ സമയം മുതൽ ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഒപ്പമുണ്ട്. എനിക്ക് സന്തോഷം തോന്നി. ആങ്കിള് സ്തോത്രം രാവിലെ വിശേഷ തണുപ്പ് സമയത്തൊക്കെ സിറ്റുകളിലൊക്കെ പോയി പ്രാർത്ഥിക്കാൻ കൊടുത്ത ദൈവത്തിൻ്റെ ദാസനോട് നല്ല കാഴ്ചപ്പാടിനെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരുപക്ഷെ നമുക്കൊന്നും പറ്റാത്ത കാര്യങ്ങളൊക്കെ ആ ദൈവത്തിൻ്റെ ദാസൻ ചെയ്യുന്ന ദൈവം ചെയ്യുന്ന മിനിസ്ട്രികളെ ഓർത്ത് നന്ദി കരയറ്റുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമുക്ക് പാടാം. ഇന്നലകളിലെ ജീവിതം ഓർത്താൽ നിൻ കരുതലല്ലോ ഒന്നുമില്ലപ്പ, കൂട്ടിവെപ്പാനോ ഒന്നുമില്ല, അന്നെന്നുള്ളതെല്ലാം തന്നുപോറ്റുന്ന ഒരു തമ്പുരാനുണ്ട്. ആമേൻ. ദൈവത്തെ പാടി നമുക്ക് മഹത്വപ്പെടുത്താം. ഇന്നലകളിലെ ജീവിതമോർത്താൽ നിൻ കരുതലല്ലാതൊന്നുമേയില്ല. ഇന്നലകളിലെ ജീവിതമോർത്താൽ നിൻ കരുതലല്ലാതൊന്നുമേയില്ല. കൂട്ടിവെപ്പാനോ ഒന്നുമേയില്ല, അന്നെന്നുള്ളതെല്ലാം തന്നു പോറ്റുന്നു. അങ്ങേ സ്തുതിക്കാതെ എങ്ങനെ ഞാൻ വസിക്കും, അങ്ങേ ഉയർത്താൻ എങ്ങനെ ഞാൻ നടക്കും. അങ്ങേ സ്തുതിക്കാതെ എങ്ങനെ ഞാൻ വസിക്കും, അങ്ങേ ഉയർത്താതെ എങ്ങനെ ഞാൻ നടക്കും. ആരാധ്യനെ അങ്ങേ സ്തുതിക്കും, ആരിലും ഉന്നതനായതിനാ. ഇന്നലകളിലെ ജീവിതമോർത്താൽ നിൻ കരുതലല്ലാതൊന്നുമേയില്ല, കൂട്ടിവെപ്പാനോ ഒന്നുമേയില്ല, അന്നെന്നുള്ളതെല്ലാം തന്നു പോറ്റുന്നു. പടിയേ. ഇന്നലകളിലെ ജീവിതം ഓർത്താൽ നിന്റെ കരുതലല്ലാതെ ഒന്നുമില്ല, കൂട്ടിവെപ്പാൻ നമുക്കൊന്നുമില്ല. പ്രിയമുള്ളവരെ, അങ്കിള് പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ലോകത്ത് വിട്ടു പോകുമ്പോൾ നമുക്കൊന്നും കൊണ്ടുപോകാനില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കാരണം ഓരോ ദിവസം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവം ചെയ്ത ആയുസിനെ ഓർത്ത് സ്തോത്രം അമ്മയല്ലാതെ മറ്റൊന്നും പറയാനില്ല. പ്രിയമുള്ളവരെ, നമുക്കൊരിക്കൽ കൂടി ആ വരിയിൽ പാടാം. ഇന്നലകളിലെ ജീവിതമോർത്താൽ നിൻ കരുതലല്ലാതൊന്നുമേയില്ല, കൂട്ടിവെപ്പാനോ ഒന്നുമേയില്ല, അന്നെന്നുള്ളതെല്ലാം തന്നു പോറ്റുന്നു. അങ്ങേ സ്തുതിക്കാതെ എങ്ങനെ ഞാൻ വസിക്കും, അങ്ങേ ഉയർത്താൻ എങ്ങനെ ഞാൻ നടക്കും. ആരാധ്യനെ അങ്ങേ സ്തുതിക്കും, ആരിലും ഉന്നതനായതിനാ. ഇന്നലെ ജീവിതമോർത്താൽ നിൻ കരുതലല്ലാതൊന്നുമേയില്ല. നാളേക്കുള്ള വ്യാകുലം വേണ്ട, നല്ല സമ്പന്നൻ എന്നരികിലുണ്ട്. എൻ്റെ ഭാവിക്കായി നല്ലതു മാത്രം കരുതി വയ്ക്കുന്നോൻ കരുണയുള്ളവൻ. എൻ്റെ ഭാവിക്കായി നല്ലതു മാത്രം കരുതി വയ്ക്കുന്നോൻ കരുണയുള്ളവൻ. ഇന്നലകളിലെ ജീവിതമോർത്താൽ നിൻ കരുതലല്ലാതൊന്നുമേയില്ല, കൂട്ടിവെപ്പാനോ ഒന്നുമേയില്ല, അന്നെന്നുള്ളതെല്ലാം തന്നു പോറ്റുന്നു.
നല്ല സമ്പന്നൻ എന്നരികിലുണ്ട്. എൻ്റെ ഭാവിക്കായി നല്ലതു മാത്രം കരുതി വയ്ക്കുന്നോ കരുണയുള്ളവൻ. നാളേക്കുള്ള വ്യാകുലം വേണ്ട, നല്ല സമ്പന്നൻ നിന്നരികിലുണ്ട്. നിന്റെ ഭാവിക്കായി നല്ലതു മാത്രം കരുതി വയ്ക്കുന്നോ കരുണയുള്ളവൻ. ഇന്നലകളിലെ ജീവിതമോർത്ത നിൻ കരുതലല്ല ഇതൊന്നുമേയില്ല. കൂട്ടിവെപ്പാനോ ഒന്നുമേയില്ല. അന്നുള്ളതെല്ലാം തന്നു പോറ്റുന്നു. അങ്ങേ സ്തുതിക്കാതെ എങ്ങനെ ഞാൻ വസിക്കും? അങ്ങേ ഉയർത്താൻ എങ്ങനെ ഞാൻ നടക്കും? ആരാധ്യനെ അങ്ങേ സ്തുതിക്കും. ആരിലും ഉന്നതനായതിന ഇന്നലകളിലെ ജീവിതമോർത്ത നിൻ കരുതലല്ല ഇതൊന്നുമേയില്ല. കൂട്ടിവെപ്പാനോ ഒന്നുമേയില്ല. അന്നുള്ളതെല്ലാം തന്നു പോറ്റുന്നു. അങ്ങേ സ്തുതിക്കാതെ എങ്ങനെ ഞാൻ വസിക്കും? അങ്ങേ ഉയർത്താൻ എങ്ങനെ ഞാൻ നടക്കും? ആരാധ്യനെ അങ്ങേ സ്തുതിക്കും. ആരിലും ഉന്നതനായതിന നാളേക്കുള്ള വ്യാകുലം വേണ്ട, നല്ല സമ്പന്നൻ എന്നരികിലുണ്ട്. എൻ്റെ ഭാവിക്കായി നല്ലതു മാത്രം കരുതി വയ്ക്കുന്നോ കരുണയുള്ളവൻ. പ്രൈസ് ദി ലോർഡ്. എത്ര അർത്ഥവത്തായ പാട്ടാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കും പ്രിയമുള്ളവർ? നമ്മളൊന്ന് ആലോചിക്കുക. ഇന്നലെ ഒരു പക്ഷേ പലരും രാത്രി കിടന്ന് ഉറങ്ങിയെങ്കിലും ഇന്ന് രാവിലെ പ്രഭാതം കാണാതെ ഈ ലോകത്ത് മാറ്റപ്പെട്ടു പോയി. ഞാൻ ഓർക്കുക, കഴിഞ്ഞ ദിവസം എൻ്റെ നാട് കോതമംഗലം എന്ന ദേശത്താണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് കേൾക്കാനിട വന്നു. 53 വയസ്സ് മാത്രമുള്ള സ്വത്രം ഒരു മനുഷ്യൻ, ഞാൻ അറിയുന്ന ഒരു വ്യക്തി ഹാർട്ട് അറ്റാക്ക് മൂലം ഈ ലോകത്ത് മാറ്റപ്പെട്ടു. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോ ശ്വാസം വലിക്കുമ്പോഴും നമുക്ക് നന്ദി കരയറ്റാമോ? ഹല്ലേലൂയ. നമ്മൾ സ്വത്രം വെന്റിലേറ്ററുകളിലും ഹോസ്പിറ്റലിലും കിടക്കുമ്പോഴാണ് ഈ ശ്വാസം വെറുതെ എന്ന് ഈ ഉടയവനെ നാം ഓർക്കുന്നത്. ഹല്ലേലൂയ. അത് കാരണം ഓരോ നിമിഷം നമുക്ക് ദൈവം ആയുസ് നൽകുന്ന ദൈവത്തെ നന്ദിയല്ലാതെ മറ്റൊന്നുമില്ല. അവൻ്റെ കൃപ ഒന്ന് മാത്രം. നമ്മുടെ കുടുംബ മഹിമയോ നമ്മൾ കഴിഞ്ഞ ആഴ്ച പുണ്യപ്രവൃത്തി ഒന്നുമല്ല. നമ്മളെ ഇവിടെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരു കരുണ മാത്രം, ഒരു കൃപ മാത്രം, ആ ദൈവം ഒന്ന് മാത്രം. നമുക്ക് പാടാം. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും ആരുണ്ട്? യഹോവയുണ്ട്. ചൂടിൽ വാടാതെ വീണ് പോകാതെ മേഘസ്തംഭമായി ആരുണ്ട്? യാഹ് നമുക്കുണ്ട്. നമ്മുടെ പലപ്പോഴും കാലുകളൊക്കെ കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ നിവർന്നായിരിക്കുന്നതെന്ന്. ഹല്ലേലൂയ. ഒരു നിമിഷം മതി തട്ടി വീഴുവാൻ. ഒരു നിമിഷം മതി പാപത്തിലേക്ക് വഴുതി വീഴുവാൻ. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഓരോ നിമിഷവും നമ്മളെ നടത്തുന്ന, നമ്മളെ പുലർത്തുന്ന, നമ്മെ അറിയുന്ന ആ ദൈവത്തെ ഓരോ നിമിഷവും നമുക്ക് നന്ദി കരയറ്റാം. ഹല്ലേലൂയ. നമുക്ക് പാടാം. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹുണ്ട്. ആമേൻ. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹിനിക്കുണ്ട്. ഒന്ന് പാടിക്കേ. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹിനിക്കുണ്ട്. ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാഹനിക്കുണ്ട്. ഓ, ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാഹനിക്കുണ്ട്. കാലിടറാതെ കല്ലിൽ തട്ടാതെ താങ്ങി നടത്തും നാഥനിൽ നിന്നും. കാലിടറാതെ കല്ലിൽ തട്ടാതെ താങ്ങിയെടുക്കും നാഥനിൽ നിന്നും. എന്നെ അറിയാൻ, എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹിനിക്കുണ്ട്. നിന്നെ അറിയാൻ, നിന്നെ നടത്താൻ എല്ലാ നാളിലും
യാഹനിക്കുണ്ട്. കൂട്ടം വിട്ടുപോ ആടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാഹനിക്കുണ്ട്. തേടിയെത്തിയിടും നല്ല ഇടയൻ തോളിലേറ്റിയൻ വീട്ടിലെത്തിക്കും. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. സാത്താൻ പാതയിൽ പോരടിക്കുമ്പോൾ പരിചയായിടും യാഹനിക്കുണ്ട്. സാത്താൻ പാതയിൽ പോരടിക്കുമ്പോൾ പരിചയായിടും യാഹനിക്കുണ്ട്. ആത്മശക്തിയാൽ എന്നെ നയിക്കും ആത്മനാഥനൻ കൂടെയുണ്ടെന്നും. ആത്മശക്തിയാൽ എന്നെ നയിക്കും ആത്മനാഥനൻ കൂടെയുണ്ടെന്നും. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാഹനിക്കുണ്ട്. ഓ ചൂടിൽ വാടാതെ വീണു പോകാതെ മേഘസ്തംഭമായി യാഹനിക്കുണ്ട്. കാലിടറാതെ കല്ലിൽ തട്ടാതെ താങ്ങിയെടുക്കും നാഥനിൽ നിന്നും. കാലിടറാതെ കല്ലിൽ തട്ടാതെ താങ്ങിയെടുക്കും നാഥനിൽ നിന്നും. കൂട്ടം വിട്ടുപോ ആടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാഹനിക്കുണ്ട്. ഓ കൂട്ടം വിട്ടുപോ ആടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാഹനിക്കുണ്ട്. തേടിയെത്തിയിടും നല്ല ഇടയൻ തോളിലേറ്റിയൻ വീട്ടിലെത്തിക്കും. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. കൂട്ടം വിട്ടുപോ ആടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാഹനിക്കുണ്ട്. കൂട്ടം വിട്ടുപോ ആടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാഹനിക്കുണ്ട്. സാത്താൻ പാതയിൽ പോരടിക്കുമ്പോൾ പരിചയായിടും യാഹനിക്കുണ്ട്. തേടിയെത്തിയിടും നല്ല ഇടയൻ തോളിലേറ്റിയൻ വീട്ടിലെത്തിക്കും. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും അങ്ങനെ ഒരു ഉറച്ച ബോധ്യമുണ്ടോ? ഹല്ലേലൂയ. നമ്മെ അറിയുന്ന ഒരു തമ്പുരാനുണ്ടെന്നുള്ള ഒരു ഉറച്ച ബോധ്യമുണ്ടെങ്കിൽ പ്രശ്നങ്ങളെ കണ്ട് പതറുവാനല്ല, അല്ലെങ്കിൽ രോഗത്തെ കണ്ട് പതറുവാനല്ല, നമ്മെ അറിയുന്ന ഒരു തമ്പുരാനുണ്ടോ? ആ തമ്പുരാൻ നമ്മളെ കൈവിടത്തില്ല. സ്തോത്രം. നമ്മെ ആരൊക്കെ മാറ്റി നിർത്തിയാലും പ്രൈസ് ദി ലോർഡ്. ബ്രദർ സുരേഷ് ബാബു പറയുന്ന പോലെ നമ്മൾ മനുഷ്യരെല്ലാം പേപ്പർ ടൗൽ പോലെ യൂസ് ആൻഡ് ത്രോ ചെയ്യുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, നമ്മെ ഉപയോഗിക്കുന്ന നമ്മെ അറിയുന്ന ഒരു തമ്പുരാനുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. എല്ലാവരും നമ്മുടെ സ്നേഹങ്ങളൊക്കെ എവിടം വരെയുള്ളൂ? ശവക്കല്ലറ വരെയുള്ളൂ. പക്ഷേ അതിനുശേഷവും നിത്യതയോളം നമ്മെ പരിപാലിക്കുന്ന ഒരു തമ്പുരാനുണ്ട്. അത് കാരണം ഇന്ന് പകൽക്കാലം നമ്മൾ വിഷമത്തോടെ ഇരിക്കാനല്ല പ്രൈസ് ദി ലോർഡ് നമ്മെ ദൈവം വിളിച്ചത്. പിന്നെയോ ഹല്ലേലൂയ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ ഉയർത്തുവാൻ. നമ്മൾക്കറിയാം ലോകമെങ്ങും അമേരിക്കയിൽ ഇന്നലെ താങ്ക്സ് ഗീവിങ് ഹല്ലേലൂയ എല്ലാവരും ഘോഷിക്കുന്നു. നമുക്കും നന്ദി പറയാനായിട്ട് സാധിക്കും. പറയുന്നുള്ളവരെ ഹല്ലേലൂയ. ഈ ആണ്ടിൻ്റെ ഈ സമയം വരെ ദൈവം നമ്മെ കാത്തു പരിപാലിച്ചിട്ടോ. നമ്മുടെ കഴിവുകളോ നമ്മെ പറഞ്ഞ പോലെ മിടുക്കൊന്നുമല്ലാട്ടോ, അവൻ്റെ ദയയാട്ടോ. നമുക്കറിയത്തില്ല നമ്മുടെ ആയുസ് എത്ര മാത്രം. പക്ഷേ ഉള്ള ആയുസ് ദൈവത്തിന് വേണ്ടി ഫലം കായ്ക്കാൻ പ്രിയമുള്ളവരെ. ഒരുപക്ഷെ നമുക്ക് ജോലിയുള്ളവരായിരിക്കാം, ജോലി ഇല്ലാത്തവരായിരിക്കാം. എന്ത് അവസ്ഥയിൽ തന്നെയായാലും ദൈവം ചോദിക്കത്തില്ല പ്രൈസ് ദി ലോർഡ് നമ്മൾ എവിടെ നിന്ന് ദൈവത്തെ ആരാധിക്കുന്നു. ഇരിക്കുന്ന മുറി ആവട്ടെ, എവിടെ വന്നുവാണെങ്കിലും ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ സ്തുതിക്കാം. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് അടുത്ത നിമിഷം നമുക്ക് എൻ്റെ മമ്മി പറഞ്ഞ പോലെ
ഈ മീറ്റിങ്ങിന് മധ്യത്തിലുണ്ട്. മമ്മി അല്പസമയം ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം സംസാരിക്കുക. അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു പാട്ടും ആമേൻ അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വചനവും വീണ്ടും ശ്രവിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, യേശുവപ്പന്റെ രക്തത്താലും വചനത്താലും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. വന്നിട്ടുള്ള എല്ലാ ദൈവമക്കളെയും പേരാന്തരം സമർപ്പിക്കുന്നു. യേശുവപ്പച്ചൻ അടിയങ്ങൾ ഒരുപാട് കുറവുകൾ ഉള്ളവരാണ് അപ്പച്ച. ഞങ്ങളെങ്കിലും ഞങ്ങളെ സ്നേഹിച്ചതിന് അപ്പച്ച സ്തുതിക്കുന്നു. 2-3 പേര് യേശുവപ്പച്ചന്റെ നാമത്തിൽ എത്ര കൂടിയാലും ഞങ്ങളുടെ മധ്യേ ഉണ്ടെന്ന് എന്റെ യേശുവപ്പച്ചൻ പറഞ്ഞിട്ടുണ്ടല്ലോ. യേശുവപ്പച്ചന്റെ വചനമായിട്ട് ഞങ്ങളെ എല്ലാവരെയും നിറയ്ക്കണമേ. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനല്ലാതെ ഒന്നിനും കഴിവില്ല അപ്പച്ച. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനും പാടാനും ഒക്കെ കൃപ തരണം അപ്പച്ച. ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ എന്റെ യേശുവപ്പച്ചൻ അറിയിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹമാകണമേ. ഞങ്ങളുടെ മക്കളുടെ ഭാവി അനുഗ്രഹമാകണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും ജോലിക്കാര്യങ്ങളും മറ്റും എല്ലാം അനുഗ്രഹമാകണമേ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് എന്റെ യേശുവപ്പച്ചൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ഞങ്ങളെ ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തണമേ. അനേകർ രക്ഷയുടെ അനുഭവം അറിയുവാൻ തക്കവണ്ണം ഈ കൂട്ടായ്മയെ അനുഗ്രഹിക്കണം അപ്പച്ച. ഈ വേലയെ വിശാലയിലേക്ക് കൊണ്ടുവരണം അപ്പച്ച. കൃപ തരണം അപ്പ. ഏതെല്ലാം ഭാരത്താലും വേദനയാലും നിരാശയാലും ബുദ്ധിമുട്ടിലും ആയിരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുന്ന എന്റെ യേശു അപ്പച്ചൻ ഇവിടെ വന്നിട്ടുണ്ട് ദൈവമക്കളെ. യേശു അപ്പച്ചൻ ഞങ്ങൾക്ക് തന്ന എല്ലാ ഉപകാരങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ പ്രാർത്ഥന ഏറ്റവും അനുഗ്രഹമാകണം അപ്പച്ച. എല്ലാവരെയും അനുഗ്രഹിക്കണം. ഈ കൂട്ടായ്മയ്ക്കായി സ്തോത്രം. നൽകപ്പെട്ട വചനത്തിനായി സ്തോത്രം. ദൈവാത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. വചനം പറയുവാൻ അടിയനെ ബലപ്പെടുത്തട്ടെ. കേട്ടിരിക്കുന്ന യേശുവപ്പച്ചന്റെ മക്കളെയും അനുഗ്രഹിക്കണമേ. യേശുവപ്പച്ചന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാവരെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. നമ്മുടെ യേശുവപ്പച്ചൻ പല പ്രാവശ്യം പോയിട്ടുള്ള ഒരു പട്ടണമാണ് ഹെരിഹോ. അവിടെ പല അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും നടന്ന സ്ഥലമാണ്. തീമായുടെ മകനായ ബർത്തമായി എന്ന കുരുടനായ ഭിക്ഷക്കാരന് യേശുവപ്പച്ചൻ കാഴ്ച കൊടുത്തു. ഹെരിയോവിലായിരുന്നു. അവിടെയാണ് ചുങ്കക്കാരനായ സക്കായി യേശുവപ്പച്ചനെ കണ്ടത്. സക്കായിയുടെ വീട്ടിൽ താമസിക്കുകയും ആ ഭവനത്തിന് രക്ഷ വരികയും ചെയ്തു. ഹെരിഹോം റോഡിന്റെ ഓരത്തിരുന്ന് ഭിക്ഷ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. കരുണ നിറഞ്ഞ യേശുവപ്പച്ചനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. യേശുവപ്പച്ചൻ അനേകർക്ക് സൗഖ്യം കൊടുത്തതായും ബർത്തമായിക്ക് നല്ല അറിവുണ്ട്. ഈ യേശുവപ്പച്ചനെ എൻ്റെ അരികത്ത് കിട്ടിയിരുന്നെങ്കിലെന്ന് പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. ദൈവമക്കളെ, എൻ്റെ യേശുവപ്പച്ചൻ ഇതുവഴി ഒരു പ്രാവശ്യം കടന്നു വന്നിരുന്നെങ്കിലെന്ന് ബർത്തമായുടെ ഉള്ളം കൊതിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ ഉള്ളത്തിന്റെ ഹൃദയ വിചാരങ്ങൾ യേശുവപ്പച്ചൻ അറിഞ്ഞ് ഒരു ദിവസം അതുവഴി കടന്നു വന്നു. നമ്മൾ യേശുവപ്പച്ചനെ കാണുവാൻ ആഗ്രഹിച്ചാൽ നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരും. നമുക്കുള്ളതെല്ലാം യേശുവപ്പച്ചന് കൊടുക്കുവാനും യേശുവപ്പച്ചനുള്ളത് നമ്മുടേതാക്കാനും നമ്മൾ തയ്യാറാകണം. അത്ഭുത മന്ത്രിയാണ്, ദീർഘക്ഷമയുള്ളവനാണ്, നിത്യപിതാവാണ്. ഒരുപാട് ആളുകൾ ആ റോഡിൽ കൂടി ഓടിയും നടന്നും പോകുന്ന കാലൊച്ച നമ്മുടെ ബർത്തമായി കേട്ടു. എന്താണ് ഇത്ര തിരക്ക്? എല്ലാ ദിവസത്തെ പോലെ അല്ല, ഇന്ന് എന്താണ് ഇത്ര തിരക്ക്? എന്താണ് ഇത്ര പ്രത്യേകത? പലരോടായി ചോദിക്കുകയാണ്. ദൈവമക്കളെ, ആരോ ഒരാൾ പറഞ്ഞു, നീ അറിഞ്ഞില്ലേ, നസ്രായനായ യേശു ഇതുവഴി വരുന്നു. ഇത് കേട്ടപ്പോൾ അവന് സന്തോഷവും സങ്കടവും വന്നു. അവന്റെ ഉള്ളം കൊതിച്ചുകൊണ്ട് പറയുകയാണ്, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുവാൻ തുടങ്ങി. ദൈവമക്കളെ, മുന്നിൽ നടക്കുന്നവർ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അവര് പറഞ്ഞെങ്കിലും ബർത്തമായിക്ക് കേൾക്കാൻ പറ്റിയില്ല. ചെറിയ ശബ്ദത്തിൽ നിലവിളി തുടങ്ങിയെങ്കിലും വലിയ ശബ്ദമായി. പിന്നെയോ, നമ്മൾ അത്യാവശ്യക്കാരനാണെങ്കിൽ ആരൊക്കെ വിളിക്കണ്ട എന്ന് പറഞ്ഞാലും യേശുവപ്പച്ചന്റെ മക്കളായ നമ്മൾ ഓരോരുത്തരും യേശുവപ്പച്ചനെ വിളിച്ചു പോകും. ബർത്തമായിയുടെ ഒരുപാട് നാളത്തെ ആഗ്രഹം കാത്തിരുന്ന് കിട്ടിയതാണ്. നാളെ അല്ലാട്ടോ, ഇന്ന് എൻ്റെ യേശുവപ്പച്ചൻ ഇതുവഴി കടന്നു വരുന്നു. ദൈവമക്കളെ, എൻ്റെ അരികിലൂടെ കടന്നു പോകുന്നു. അവൻ കേട്ടിട്ടുണ്ട് യേശുവപ്പച്ചൻ പല അത്ഭുതങ്ങളും ചെയ്തിട്ടുണ്ടെന്ന്.
വ്യർത്ഥമായി ഓർക്കുകയാണ്. കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കി, കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യം കൊടുത്തു, യൈറോസിന്റെ മകളെ ഉയർപ്പിച്ചു, മരിച്ച ലാസറെ ഉയർപ്പിച്ചു, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു. ഇങ്ങനെ പലരും പറഞ്ഞ് ധാരാളം കേട്ടിട്ടുണ്ട്. ഞാനും വിശ്വസിക്കുന്നു. നിശ്ചയമായും എനിക്കും ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ സൗഖ്യം എൻ്റെ യേശു അപ്പച്ചൻ തരും. അവൻ്റെ ഉള്ളം വിശ്വസിച്ചു. വ്യർത്ഥമായി ഹൃദയത്തിൽ വിശ്വാസം ഉറച്ചപ്പോൾ എത്ര ഒച്ചയിൽ വിളിക്കാമോ അത്രയും ഒച്ചയെടുത്ത് അവൻ യേശു അപ്പച്ചനെ വിളിക്കുകയാണ്. ദൈവമക്കളെ, എൻ്റെ യേശു അപ്പച്ച, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. ആ ഉറക്കെയുള്ള വിളിയിൽ എൻ്റെ യേശു അപ്പച്ചൻ നിന്നു. അത് അവന്റെ പ്രാർത്ഥനയായിരുന്നു. ആവശ്യക്കാരന്റെ ഹൃദയം നൊന്തുള്ള വിളിയാണ്. ദൈവമക്കളെ, സമൂഹത്തിൽ മാന്യതയില്ലാത്തവൻ അറുപ്പും വെറുപ്പും അവഗണനയും സാഹസനയും മാത്രം ഏറ്റുവാങ്ങിയ സാധുവായ ഭിക്ഷക്കാരന്റെ വിളി എൻ്റെ യേശു അപ്പച്ചൻ കേട്ടു. ആ വലിയ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് ആ നിലവിളിക്കുന്നവനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ എന്ന് എൻ്റെ യേശു അപ്പച്ചൻ പറഞ്ഞു. നമ്മുടെ യേശു അപ്പച്ചൻ എല്ലാവർക്കും നൽകിയിട്ടുള്ള കാലങ്ങളും സമയങ്ങളും തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളണം. നമുക്കും നമ്മുടെ മക്കൾക്കും സമാധാനം, സന്തോഷം എന്നിവയൊക്കെ പ്രാപിച്ചു കൊള്ളണം. എൻ്റെ യേശു അപ്പച്ചനെ വിളിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഒരിക്കലും സമയം മാറ്റിവെക്കരുത്. നാളത്തെ സമയം നമുക്ക് ഉണ്ടാകുമെന്ന് ഉറപ്പില്ലല്ലോ ദൈവമക്കളെ. ഇവിടെ നോക്കിക്കേ, യേശു അപ്പച്ചന്റെ കരുണയ്ക്കായി നിലവിളിക്കുന്ന വ്യർത്ഥമായിയോട് മുൻപിൽ നടക്കുന്നവർ മിണ്ടാതിരിപ്പാൻ പറഞ്ഞിട്ടും അവൻ കേട്ടില്ല. അവനോ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അത്യുച്ചത്തിൽ അവൻ നിലവിളിച്ചു. സ്വർഗത്തിന്റെ പ്രവർത്തനത്തെ തടയുക എന്നത് എപ്പോഴും പിശാചിന്റെ തന്ത്രമാണ്. നമ്മൾ ദൈവമക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. എതിർപ്പുകൾ ഒരുക്കുന്ന വഴിയിൽ കൂടി തന്നെയാണ് അനുഗ്രഹവും അത്ഭുതവും കടന്നു വരുന്നത്. അതുകൊണ്ട് എതിർപ്പുകൾ എത്രമാത്രം ശക്തമോ അത്രമാത്രം വിശ്വാസത്തിന്റെ വിളി ഉയരണം ദൈവമക്കളെ. പിന്നെയോ, നമ്മുടെ വ്യർത്ഥമായിയെ ആർക്കും പിന്തിരിപ്പിക്കാൻ കഴിഞ്ഞില്ല. അത്രയ്ക്കും ആവശ്യക്കാരനായിരുന്നു. തൻ്റെ കണ്ണിന് കാഴ്ച വേണം എന്ന വിശ്വാസത്തോടെയാണ് വ്യർത്ഥമായി വീണ്ടും വീണ്ടും വിളിച്ച് അപേക്ഷിച്ചത്. എൻ്റെ യേശു അപ്പച്ചൻ വ്യർത്ഥമായിയുടെ വിളി കേട്ടു നിന്നു. ഒരു വിലയുമില്ലാത്ത സാധുവായ ഭിക്ഷക്കാരന്റെ നിലവിളി കേട്ട് എൻ്റെ യേശു അപ്പച്ചൻ വിലയേറിയതാണ് ദൈവമക്കളെ. പിന്നെയോ, മടുത്തുപോകാതെ പ്രാർത്ഥിപ്പാനും തുറക്കുന്നത് വരെ മുട്ടിക്കൊണ്ടിരിപ്പാനും നമ്മുടെ യേശു അപ്പച്ചൻ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് തീർച്ചയായും മറുപടി ഉണ്ട്. ദൈവമക്കളെ, സത്യമായും തന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥനാണ്. നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി തീർത്തു തരുന്ന എൻ്റെ യേശു അപ്പച്ചൻ സമാധാന പ്രഭുവാണ്. ദൈവ സാന്നിധ്യം വേണം അപ്പച്ച, കൃപ വേണം അപ്പച്ച. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ യേശു അപ്പച്ചനെ ഒരു പ്രാവശ്യം വിളിച്ചിട്ട് നിന്നില്ല എങ്കിൽ നിൽക്കുന്നത് വരെ വിളിച്ച് പ്രാർത്ഥിക്കണം ദൈവമക്കളെ. നമ്മുടേതായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ എൻ്റെ യേശു അപ്പച്ചന് കഴിയും. യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും. എൻ്റെ യേശു അപ്പച്ചൻ വ്യർത്ഥമായിയെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു. ദൈവമക്കളെ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് എൻ്റെ യേശു അപ്പച്ചൻ ചോദിച്ചപ്പോൾ വ്യർത്ഥമായി പറഞ്ഞു, എനിക്ക് കാഴ്ച വേണം. താമസിച്ചില്ല, ഉടനെ യേശു അപ്പച്ചൻ പറഞ്ഞു, കാഴ്ച പ്രാപിക്കുക. ക്ഷണത്തിൽ അവന് കാഴ്ച കിട്ടി. വ്യർത്ഥമായി ആദ്യമായി അവൻ്റെ യേശു അപ്പച്ചനെ കണ്ണുകുളർക്കെ നോക്കി കണ്ടു. ദൈവമക്കളെ, നമ്മുടെയൊക്കെ ആവശ്യങ്ങൾ അറിഞ്ഞ് അനുഗ്രഹിക്കുന്ന യേശു അപ്പച്ചനോട് നന്ദി പറയാം. ഈ വചനങ്ങളാൽ എല്ലാവരെയും അനുഗ്രഹിക്കണം. ആമേൻ. ആമേൻ. കേൾപ്പിച്ച വചനത്തിലെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അനേക പ്രാവശ്യം അനേക ദേവദാസന്മാരിൽ കൂടെ ഈ വചനങ്ങൾ, നമ്മൾ ഇന്നും ഒരു ഭിക്ഷക്കാരനാണ്. നമ്മളെല്ലാം ആയെന്ന് പറഞ്ഞാലും ആത്മീയമായി ആത്മാവിൽ ദരിദ്രമുള്ളവർ ഭാഗ്യവാന്മാർ. അതൊരു ആത്മാവിൽ ദരിദ്രമാണെങ്കിൽ അത് നമ്മുടെ ഒരു ഭാഗ്യാവസ്ഥയാണ്. അതിനുവേണ്ടിയാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം നാം മാറ്റിവെക്കേണ്ടത്. ദരിദ്രം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സമ്പത്ത് ടാലി ചെയ്തുകൊണ്ടോ നോക്കിക്കൊണ്ടല്ല. ദൈവമക്കൾക്ക് എപ്പോഴും പ്രാർത്ഥിച്ചത് പോരാ, ആത്മാവിലായത് പോരാ, അല്ലെങ്കിൽ സുവിശേഷം അറിയിക്കുന്നത് പോരാ എന്നുള്ളൊരു ദാഹം, ആ ഒരു ദാരിദ്ര്യമാണ് വ്യർത്ഥമായിയുടെ കണ്ണ് തുറക്കുവാനിടയായത്. അവർ കർത്താവിനെ കാണണമെന്ന്, ഇങ്ങനൊരു യേശുവേ ദാവീദ് പുത്ര, ഇങ്ങനെ ഒരാളുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എന്നാൽ അവനെ നേരെ കാണുവാൻ കിട്ടിയ
അവസരം അവൻ ഉപയോഗിച്ചെന്നുള്ള അനേക അവസരങ്ങൾ നമുക്ക് ദൈവസ്ഥാനിൽ വരുവാനും ദൈവത്തെ അറിയുവാനും കാണുവാനും ഒക്കെ നമുക്ക് ലഭിച്ചിട്ടും നമ്മളതെല്ലാം തട്ടിമാറ്റുന്ന ഒരവസ്ഥയിലാണ്. നമുക്കതറിയാം. കർത്താവ് ദാസയെ ദൈവം കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്കൊരു ഗാനം കേട്ട് കഴിഞ്ഞാൽ ദൈവദാസനെ നമ്മളോട് വചനം ശുശ്രൂഷിക്കുന്നതായിരിക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എൻ്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും ജീവൻ്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദിയെ എന്ന് പറഞ്ഞ് അപ്പ സ്നേഹിക്കുന്നേ 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 യേശുവേ. ഓ ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനെ എന്നേശുനാഥ. ഓ പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനെ എന്നേശുനാഥ. സമയം കുറച്ചുള്ളവരാണ് ഞാൻ കീബോർഡ് ഉപയോഗിക്കാത്തത്. നമുക്ക് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ നമുക്കൊരു 5 വരെ ഒന്ന് വായിക്കാമോ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 5 വരെ. അവൻ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവോചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിക്കൊണ്ടിരിക്കുകയും 2 പടകുകൾ കരയ്ക്കടുത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ നിന്ന് മീൻ പിടുത്തക്കാർ ഇറങ്ങി വല കഴിയുകയായിരുന്നു. ആ പടകുകളിൽ ശിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിൽ പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻ പിടുത്തത്തിന് വല ഇറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, രാത്രി മുഴുവനും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാം പറഞ്ഞു. അങ്ങനെ ചെയ്തപ്പോൾ പെരുത്തും മീൻകൊട്ട് അകപ്പെട്ട് വല പിടിക്കാറായി. അവർ മറ്റേ കൂട്ടാളികൾ വന്ന് സഹായിക്കാൻ അവരെ പാടി വിളിച്ചു. അവർ വന്ന് പടകുമാറാവോളം നിറച്ചു. ശിമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിന്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകോണ്ടേ എന്നെ വിട്ടു പോകണമേ എന്ന് പറഞ്ഞു. അവർക്കുണ്ടായ മീൻ പിടുത്തത്തിൽ അവനും അവനോട് കൂടെയുള്ളവർ എല്ലാവർക്കും സംഭ്രമം പിടിച്ചിരുന്നു. ശിമോന്റെ കൂട്ടാളികളായ യാക്കോബ്, യോഹന്നാൻ എന്ന സെബദി മക്കൾക്കും അവണ്ണം തന്നെ. യേശു ശിമോനോട്, ഭയപ്പെടേണ്ട, ഇന്നു മുതൽ മനുഷ്യരെ പിടിക്കുന്നവരാകും. പിന്നെ അവർ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. താങ്ക് യു ആൻറ്റി. താങ്ക് യു പാസ്റ്റർ. ആമേൻ. ഇവിടെ നാം വായിക്കുകയാണ്, അവൻ ആര്? യേശു ഗന്നസരത്തിന് അരികെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരൻ ദൈവവചനം കേൾക്കാൻ അവനെ തിക്കിക്കൊണ്ടിരിക്കൽ 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്ന അവൻ കണ്ടു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവരിൽ നിന്ന് മീൻ പിടിക്കാൻ ഇറങ്ങി വല കഴുകും. എപ്പോഴാണ് നമ്മൾ വല കഴുകുന്നത്? മീൻപിടുത്തമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് മീൻപിടുത്തക്കാർ വല കഴുകുന്നത്. മീൻ പിടിക്കുന്നതിന് മുമ്പല്ല, പിന്നെയോ മീൻപിടുത്തം കഴിഞ്ഞിട്ടാണ് വല കഴുകിയായിരുന്നു. ആ പടകൾ ശീമോൻ ഒന്നിൽ അവൻ കരയിൽ അല്പം നീക്കണം. നമുക്കറിയാം അവിടെ രണ്ട് പേരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ അവിടെ ശീമോനുള്ള പടകിലാണ് ആമേൻ സ്തോത്രം യേശുക്രിസ്തു കയറാനിട വന്നത്. അവിടെ യേശു പറയുന്നൊരു വേടുണ്ട്, കരയിൽ നിന്ന് അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാക്കുണ്ട്, ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഈ യേശുക്രിസ്തു അവനോട് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പ്രസംഗിച്ച ശേഷം യേശുക്രിസ്തു പറയുകയാണ്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തതിന് വലയിറക്കുൻ എന്ന് പറഞ്ഞത്. എങ്ങനെയാണ് ഈ യേശുവിന് മനസ്സിലായത്? ഹല്ലേലൂയ. ശീമോൻ പത്രോസിന് ഒന്നും കിട്ടിയില്ലെന്ന് നമ്മളൊന്ന് ആലോചിക്കുക. നമ്മൾ പലപ്പോഴും നിരാശയോടെ, വേദനയോടെ, വിഷമത്തോടെ നമ്മൾ ആരോടും മിണ്ടാതിരിക്കുമ്പോൾ സ്വതം നമ്മുടെ അടുത്തേക്ക് ഇറങ്ങുന്ന ഒരു ദൈവസാന്നിധ്യമുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് വന്ന ഒരു ദൈവസാന്നിധ്യമുണ്ട്. ഇവിടെ ശീമോൻ പത്രോസ് പറയുന്നൊരു വേടൻ ദൈവത്തിനോട്, യേശുവോട് പറയണം, നാഥാ, രാത്രികാലം മുഴുവൻ അധ്വാനിച്ചു,
അതിനകത്ത് പറയുന്ന വേറെ ഇങ്ങനെയാണ്, എങ്കിലും നിൻ്റെ വാക്കിന് വലയിറക്കാമെന്ന്. പ്രിയമുള്ളവർ, ഒരുപക്ഷെ നമ്മൾ ജീവിതത്തിൽ സമാധാനമില്ലാതെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിലൂടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുടുംബത്തിൻ്റെ ഉള്ളിലൂടെ എന്തെങ്കിലുമൊക്കെ കടന്നു പോവുകയാണോ, നമ്മൾ പലപ്പോഴും നമ്മുടെ പൂർണ്ണമായിട്ട് ജീവിതമാകുന്ന പടക് നാം പലപ്പോഴും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ചില പാപങ്ങളായിരിക്കാം, ചില ചീത്ത സ്വഭാവങ്ങളായിരിക്കാം, എന്തു തന്നെയാണെങ്കിലും നാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ നാം ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ സ്വർഗം തയ്യാറാകുന്നത്. ഇവിടെ നാം കാണുന്നത് അവന് രാത്രികാലം മുഴുവൻ ഒന്നും കിട്ടിയില്ല. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ രാത്രികാലം മുഴുവൻ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോയിട്ട് നമ്മൾ ചെയ്ത ജോലിക്ക് അല്ലെങ്കിൽ ശമ്പളം കിട്ടാതിരിക്കുമോ, അല്ലെങ്കിൽ നമ്മൾ ശമ്പളം കിട്ടാതിരിക്കുമോ, നമ്മളൊരു കാര്യത്തിന് പോയിട്ട് നമുക്കതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടിയില്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ചു. വളരെ നിരാശയോടെ ഇരിക്കുന്ന സമയത്ത് നമ്മളോട് ആരെങ്കിലും വന്ന് ചോദിക്കുക, ആ പടകൊന്ന് വിട്ടുക എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുക. പ്രിയമുള്ളവരെ, എൻ്റെ വ്യക്തിയുടെ അനുഭവത്തിൽ ഞാൻ കൊടുക്കത്തില്ല. പ്രൈസലോ, കളങ്കമില്ലാത്ത ഹൃദയത്തോട് നിങ്ങളോട് ഞാൻ ചോദിക്കുക, നമ്മൾ കൊടുക്കുക. നമ്മൾ ആകെ ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മളോട് വന്നിട്ട് ഒരാൾ ചോദിക്കുക, ഇത് നമ്മൾ സങ്കല്പിക്കുക, നമ്മൾ മീൻപിടുത്തക്കാരാണെന്ന് സങ്കല്പിക്കുക. നമ്മളോട് നമ്മളൊന്നും കിട്ടാതെ വളരെ വേദന കൊണ്ടിരിക്കുമ്പോൾ ആര് വന്ന് ചോദിച്ചാലും നമ്മൾ കൊടുക്കത്തില്ല. നമ്മൾ ആകെ ദേഷ്യത്തിലായിരിക്കണം. പക്ഷേ ആ ശീമോൻ പത്രോസിൻ്റെ ഹൃദയം കൊണ്ടോ അവൻ വിട്ടുകൊടുത്തു. നമുക്കിങ്ങനെ ഒരു ഹൃദയമുണ്ടോ പ്രിയമുള്ളവരെ? നമ്മുടെ മനസ്സിൽ മൊത്തം കുശുമ്പും കുന്നായ്മയും അങ്ങനെയുള്ള എല്ലാം അല്ല നമ്മുടെ ജീവിതത്തിൽ. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയം ദൈവത്തിന് വിട്ടുകൊണ്ട് കൊടുക്കും. ഇന്ന് നമ്മുടെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, ഇന്നലെ വരെ നമ്മൾ എങ്ങനെ ജീവിച്ചുവെന്ന് ദൈവം നോക്കാറില്ല. ഇന്ന് ചോദിക്കും. നമ്മുടെ ഹൃദയം വിട്ടുകൊടുക്കുമ്പോൾ സ്വർഗത്തിൽ ഇത് എത്ര സന്തോഷിക്കും. നമ്മുടെ ഹൃദയം വിട്ടുകൊടുക്കാണ്ടിരിക്കുമ്പോൾ ആരാ സന്തോഷിക്കുന്നത്? പിശാച് സന്തോഷിക്കും. പിശാച് എന്തിനാ വന്നേ? അറക്കാനും മുടിപ്പാനും മോഷ്ടിപ്പാനും നമ്മുടെ ജീവിതത്തിൽ ദൈവിക സമാധാനം എടുത്തു കളയാനാണ് പിശാച് വന്നത്. എന്നാൽ യേശുവപ്പ എന്തിനാ വന്നത്? നമുക്ക് ദൈവിക സമാധാനം നൽകുവാൻ. നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ ആരോടെങ്കിലും വാശിയും പിണക്കവും വൈരാഗ്യമൊക്കെ വെച്ചൊന്നും, ഞാൻ പലപ്പോഴും ഓർക്കും, ജോലി സ്ഥലത്തൊക്കെ നമ്മൾ പലപ്പോഴും ദേഷ്യത്തോടെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അല്ലെങ്കിൽ കുടുംബജീവിതത്തിലാണെങ്കിലും ഞാൻ എൻ്റെ ചേട്ടനെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, എൽദോസ് പോളിനെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എന്നോട് ചോദിക്കും നിങ്ങളുടെ സ്പിരിച്വൽ ഫാദർ ആരാന്ന് വെച്ചാൽ പറയും ഞാൻ എൻ്റെ ചേട്ടനാണെന്ന് പറയും. ആമീൻ, സ്വതന്ത്രം. ഞാൻ 16 കൊല്ലമായി വിവാഹം കഴിച്ചിട്ട്. പ്രൈസ് ദി ലോർഡ്. ആമീൻ. എൻ്റെ ചേട്ടൻ ഞാൻ പലപ്പോഴും വഴക്ക് കൂടാറുണ്ട്, എൻ്റെ വൈഫിനോട് വഴക്ക് കൂടാറുണ്ട്. എൻ്റെ സഹോദരൻ എന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ നീ എത്ര വഴക്ക് കൂടിയാലും ആമീൻ വചനത്തിൽ പറയുന്ന പോലെ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? പറഞ്ഞു തീർക്കണം. ഹല്ലേലൂയ. നമ്മൾ പറഞ്ഞു തീർത്തില്ല എന്താ കുഴപ്പം? ഇന്നല്ലേ നാളെ അല്ലെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ മാറ്റപ്പെട്ടു അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവർ മാറ്റപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ഒരിക്കലും ആമീൻ സ്തോത്രം ഹല്ലേലൂയ കുറ്റബോധം ഒരിക്കലും മാറത്തില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അത് കാരണം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സഹിക്കുന്നവരായിരിക്കണം, ക്ഷമിക്കുന്നവരായിരിക്കണം. നമുക്ക് ആർക്കും വിട്ടുകൊടുക്കാൻ ഒരു മനസ്സില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് എളിമയുള്ളൊരു ഹൃദയം, വിട്ടുകൊടുക്കാനുള്ളൊരു മനോഭാവം. എൻ്റെ ചേട്ടനെന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് ആമീൻ സ്തോത്രം പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രം എത്ര വഴക്കുകൾ വന്നാലും പ്രശ്നങ്ങൾ വന്നാലും കിടക്കുന്നതിന് മുമ്പ് പ്രൈസ് ദി ലോർഡ് അതെല്ലാം പറഞ്ഞു തീർത്തിട്ട് കിടക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നൽകിയ കൃപകളെ ഓർത്ത് നന്ദിയോടെ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. ഞാൻ വലിയ ഭാവം പറഞ്ഞല്ല പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ജീവിതത്തിലും നമുക്കെന്ത് വേണം? താഴ്മയുള്ള ഒരു മനോഭാവം എനിക്ക് നിങ്ങൾക്കും ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് കാരണം ഇവിടെ പറയുകയാണ്, ഇവിടെ ശീമോൻ എന്ത് കൊടുത്തു? ആമീൻ വല യേശു ചോദിച്ചപ്പോൾ തന്നെ വിട്ടുകൊടുത്തു കേട്ടോ. അവനൊന്നും പിറുപിറുക്കാതെ. നമ്മളാണെങ്കിൽ അപ്പം എന്തെങ്കിലുമൊക്കെ പിറുപിറുത്താൻ അല്ലെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കില്ല. എൻ്റെ ഒരു സ്വഭാവത്തിൽ ഞാൻ പറഞ്ഞു, ഞാൻ വിട്ടുകൊടുക്കത്തില്ല. കാരണം ഞാൻ വളരെ വേദനയോട് പ്രയാസത്തോടെ ഇരിക്കുമ്പോൾ നമ്മളോട് ആര് ചോദിച്ചു നമ്മളൊന്നും പറയത്തില്ല. പക്ഷേ ആ ശീമോൻ പത്രോസ് വല വിട്ടുകൊടുത്തു കേട്ടോ. പിന്നത്തേൽ എന്താ സംഭവിച്ചേ? ആമീൻ സ്തോത്രം. വല വിട്ടുകൊടുത്തു. വചനമെല്ലാം ദൈവത്തിൻ്റെ യേശുപ്പൻ ആ വചനമെല്ലാം പറഞ്ഞു തീർന്നതിന് ശേഷം എന്ത് നടന്നു? അവൻ്റെ ഹൃദയത്തെ അറിയുന്ന ആ ശീമോൻ്റെ വേദനയെ മറ്റാരും തൊട്ടെടുത്തിരിക്കുന്ന ആരും കണ്ടില്ലെങ്കിലും ആ വേദനയെ ആര് കണ്ടു? യേശുപ്പ കണ്ടു. യേശുപ്പ കണ്ടിട്ട് എന്താ പറഞ്ഞ്? ആഴത്തിലേക്ക് ആമീൻ വലയിറക്കുവാൻ. ആഴത്തിലേക്ക് വലയിറത്തപ്പോൾ നമുക്ക് വേണമെങ്കിൽ പറയാം, പുള്ളിക്കും ശീമോന് പറയാമായിരുന്നു ഞാൻ ഇറക്കത്തില്ല എന്ന്. പക്ഷെ അങ്ങനെ ശീമോൻ പറഞ്ഞു പ്രിയമുള്ളവരെ? പറഞ്ഞില്ല. എന്താ പറഞ്ഞു? ഒരു വേട് പറഞ്ഞു, നാഥാ രാത്രികാലം മുഴുവൻ ഞാൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല, എങ്കിലും നിൻ്റെ വാക്കിന് വിലയിറക്കാം, നിൻ്റെ വാക്കിന് ആമീൻ വലയിറക്കാമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇന്നലെ വരെ നിങ്ങളുടെ ജീവിതത്തിൽ ശൂന്യതയുടെ അവസ്ഥകളായിരിക്കാം. എന്നാൽ നിങ്ങളുടെ ഹൃദയമാകുന്ന പടക് നിങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഏത് വിഷയങ്ങൾക്കും സ്വർഗ്ഗത്തിൽ ദൈവം മറുപടി തരും. ഒരു പക്ഷേ നാം പ്രാർത്ഥിച്ച മടുത്ത വിഷയങ്ങളായിരിക്കാം. നമ്മുടെ നമ്മൾ പ്രാർത്ഥനയ്ക്ക് 3 ഡെഫിനേഷനാണ് ഞാൻ കണ്ടേക്കണേ. ഒന്നെങ്കിൽ ദൈവം പറയും, അപ്പം തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ആ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകും. അല്ലെങ്കിൽ രണ്ടാമത്തത് കുറച്ച് സമയം
കാലതാമസം വരാം. മൂന്നാമത്തത് ദൈവത്തിന് അതല്ല, ആ പ്രാർത്ഥനയല്ല, വേറെ എന്തെങ്കിലും അതിന് മറുപടി എനിക്ക് പകരം വേറെ എന്തെങ്കിലും ഒരു പ്ലാനിലൂടെ ഞാൻ പലപ്പോഴും പല ജോലികൾക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർത്തിട്ടുണ്ട്, ദൈവം എന്നാലും ആ ജോലി എനിക്ക് കിട്ടിയില്ല എന്ന്. പക്ഷേ പിന്നത്തെ ദൈവം അതിനേക്കാൾ നല്ല ജോലി ദൈവം നൽകാൻ ഇടവരുത്തും. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നമ്മളിന്ന് ഇന്ന് രാവിലെ സമയത്ത് നമ്മളൊരു കാര്യം ഓർക്കണം. നമ്മുടെ ജീവിതമാകുന്ന പടക് കളങ്കമില്ലാത്ത, എനിക്ക് ചെറിയ ജലദോഷമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ അങ്കിള് പറഞ്ഞ പോലെ നല്ല തണുപ്പാലോ. പ്രൈസ് ലോർഡ്. ഞാൻ ഇങ്ങനെ ഓർക്കണോ, ഞങ്ങളുടെ കോതമംഗലം എന്ന ദേശത്ത് ഒരു ദൈവത്തിൻ്റെ ഒരു മകനും മകളും കുടുംബമായിട്ട് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടയിലേക്ക് താമസിച്ചുകൊണ്ടിരുന്നു. പ്രൈസ് ലോർഡ്. അവരുടെ വീട്ടിൽ അവർ ഒത്തിരി കഷ്ടപ്പെട്ട് അവർ തെങ്ങ് കയറി ജീവിക്കുന്ന ഒരു കുടുംബമായിരുന്നു. എന്നാൽ അവർ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ ഇടവന്നു, യേശുവിനെ അറിയാൻ ഇടവന്നു. പ്രിയമുള്ളവരെ, ആ പയ്യൻ ഒരു 2 ആമക്കളും ഒരു പെങ്കൊച്ചുവാണ്. ആ പയ്യൻ ഒന്നും പഠിക്കത്തില്ല. പക്ഷേ അവൻ്റെ അമ്മ വിശ്വാസത്തോടു കൂടി എല്ലാ ദിവസവും ആ വലിയ ഇത്രയുള്ള ആ കട്ടിയുള്ള, ഒന്ന് ആലോചിക്കുക, ബുക്കിനേക്കാൾ കട്ടിയുള്ള ആ ബൈബിള് അവൻ്റെ ബാഗിൽ എന്നും വയ്ക്കുമായിരുന്നു. അവൻ്റെ അമ്മേനെ മിക്കപ്പോഴും സ്കൂളിലേക്ക് അവൻ്റെ അമ്മേനെ മിക്കപ്പോഴും വിളിക്കും. എന്തിനാണെന്നറിയോ? ഇവനെ ഇവിടെ പഠിപ്പിക്കണ്ട, ഇവന് ബുദ്ധിയില്ലാത്ത പയ്യനാ, ഇവനെ പഠിപ്പിക്കണ്ട, ഞങ്ങളുടെ സ്കൂളിന് ചീത്തപ്പേര എന്ന് പറഞ്ഞ് പലപ്പോഴും ആ മാതാവിനെ വിളിപ്പിക്കുകയും മാതാവ് പലപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ആ മാതാവ് എപ്പോഴും പറയുന്നൊരു വേർഡ് എന്നെപ്പോലും അത്ഭുതപ്പെടുത്തി. ആ മാതാവ് പറയുന്നൊരു വേർഡ് ഞാൻ ഇന്നലെ നോവൽ ഓർക്കുന്നു. എൻ്റെ കുഞ്ഞിനെ ആരനുഗ്രഹിക്കും? ദൈവം അനുഗ്രഹിക്കും. കാരണം ഹല്ലേലൂയ, എൻ്റെ കുഞ്ഞ് ആർക്കു വേണ്ടി പ്രയോജനപ്പെടാനുള്ളതാണ്? എൻ്റെ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാനുള്ള. ആ മാതാവിൻ്റെ കണ്ണുനീര്, സ്തോത്രം, ദൈവം ആ കണ്ണുനീരൊന്നും വൃഥായില്ല. പ്രിയമുള്ളവരെ, പിന്നത്തെ നിങ്ങൾ കേൾക്കണോ? പ്രൈസ് ലോർഡ്. അവൻ SLC പാസ്സാകുവാനും പിന്നത്തേൽ അവന് സർക്കാർ ജോലി കിട്ടുവാനിട വന്നു. ഹല്ലേലൂയ. നമ്മുടെ ദൈവം ആരാ? നിശ്ചയ മുമ്പിൽ മാനിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. പഠിപ്പിച്ച ടീച്ചർ പറഞ്ഞു, ഇവനെ കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന്. ഹല്ലേലൂയ. പ്രയോജനമില്ലാത്തവനെ പ്രയോജനമുള്ളവനാക്കുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങൾ മാനിക്കുന്നു. ഒരു പക്ഷേ ഒരു പാട്ടുകാരൻ നിന്നിച്ചൊരുമ്പിൽ നമ്മെ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പ്രശ്നങ്ങളില്ലെന്നല്ല, പ്രതിസന്ധികളില്ല എന്നല്ല, രോഗങ്ങൾ വരില്ലെന്നല്ല, എല്ലാം വരും. അതിൻ്റെ മുകളിലൂടെയും നമ്മെ നടത്തുന്ന ഒരു ദൈവസ്ഥാനത്ത് നമുക്ക് ചോദിക്കാം. ശദ്രക്ക്, മേശക്ക്, അഭിനവബോധ് നമുക്കറിയാം, അവരുടെ അനുഭവങ്ങൾ നമുക്കറിയാം. അവരുടെ ജീവിതത്തിൽ അവർ പറഞ്ഞു, ആ നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വർണ്ണ ബിംബത്തെ അവിടെ ഉണ്ടാക്കിയിട്ട് എന്തു പറഞ്ഞു? അതിനെ ആരാധിക്കാൻ പറഞ്ഞു. എല്ലാവരും ആരാധിച്ചു. എന്നാൽ ഈ 3 യഹൂദ പുരുഷന്മാർ അവരാരാധിച്ചില്ല. അപ്പം നമുക്കറിയാം, ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം നിങ്ങൾ വീട്ടിൽ പോയി വായിച്ച സമയത്തിൻ്റെ പരിധി പോലും ഞാൻ പറയുന്നില്ല. അതിൽ പറയുന്നൊരു വേടുണ്ട്. ആ രാജാവ് അവരെ വിളിക്കുകയാണ്. നെബൂഖദ്നേസർ രാജാവ് വിളിച്ചു ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ബിംബത്തെ അപ്പം അവർ പറഞ്ഞൊരു വേടുണ്ട്, ഞങ്ങൾ ഈ ബിംബത്തെ ആരാധിക്കുന്നത്. പക്ഷേ അതൊന്നുമല്ല എൻ്റെ ഹൃദയത്തിൽ ചലിപ്പിച്ചൊരു വചനം. ഇത് നിങ്ങൾ തീപ്പൊയ്കൾ തള്ളാൻ പോകാമെന്ന് പറഞ്ഞിട്ടൊന്നും അവരതിൽ നിന്നൊന്നും വ്യതിചലിച്ചില്ല. പ്രിയമുള്ളവരെ, അപ്പോൾ അതിനകത്ത് പറയുന്നൊരു വേടുണ്ട്, ഞങ്ങളെ ദൈവം രക്ഷിച്ചാലും രക്ഷിച്ചില്ലെങ്കിലും യേശുവിനല്ലാതെ ഞങ്ങൾ ആരാധിക്കത്തില്ല. പ്രൈസ് ലോർഡ്. നമ്മൾ പറയുമോ തീപ്പൊയ്കയിലേക്ക് കൊണ്ടുപോയിടുമോ നമ്മൾ പറയുമോ അങ്ങനെ? പ്രിയമുള്ളവരെ, അതാണ് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവർ. ദൈവത്തിൻ്റെ വചനത്തിന് മുന്നേ പറഞ്ഞു, നേരോട് നിൽക്കുന്നവർക്ക് ദൈവം ഒരു നന്മയ്ക്കും കുറവ് വരത്തില്ല. നമുക്കറിയാം, അവരെ 3 പേരെയും അതിൽ നാം കാണുന്നത് ഇങ്ങനെ, ഏറ്റവും ബലവാനായ ഒരു ഭടനയോട് കൂടി അങ്ങോട്ട് അയക്കണേ. എന്നിട്ട് അവിടെ നെബൂഖദ്നേസർ രാജാവിന് ഉഗ്രകോപം വന്നെന്ന് പറഞ്ഞു. ഉഗ്രകോപം വന്നിട്ട് എന്ത് ചെയ്തു? ഉഗ്രകോപം വന്നു കഴിഞ്ഞിട്ട് തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. തീപ്പൊയ്കയിൽ തള്ളിയിടുവാനായിട്ട് വന്നു. തീപ്പൊയിൽ തള്ളിയിട്ടിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ആ ബലവാനായ ആ പടയാളി എന്ത് ചെയ്തു? അവൻ അതിനകത്ത് എരിഞ്ഞു തീർന്നു. പക്ഷേ ആ 3 ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ഒന്നും സംഭവിച്ചില്ല. പ്രിയമുള്ളവരെ, പക്ഷേ നെബൂഖദ്നേസർ വേറെ ഒന്നും അതിനകത്ത് കണ്ടു. 4ാമതായി ഇറങ്ങി വന്ന ഒരു ദൈവത്തെ. ഹല്ലേലൂയ. അപ്പോൾ അവരുടെ ഭൃത്യന്മാരുടെ നെബൂഖദ്നേസർ രാജാവ് ചോദ്യമുണ്ട്, നമ്മൾ 3 പേരെയല്ലേ ഇട്ടേന്ന്? പിന്നത്തിൽ എന്ത് ചെയ്യുമെന്നറിയോ? അവർ ദൈവത്തിന് വേണ്ടി സ്റ്റേണായി നിന്നപ്പോൾ ആ നെബൂഖദ്നേസർ രാജാവ് ആ രാജ്യത്ത് ഓർഡർ കൽപ്പിക്കാൻ ഇടവന്നു, ബിംബത്തെയെല്ലാം ആരാധിക്കുന്നത്. പിന്നെ
ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബിദോവിൻ്റെ ദൈവത്തെ സേവിക്കാനുണ്ടെന്ന് പ്രിയമുള്ളവരെ. ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്ര ഉള്ളൂ. നമ്മൾ നേരോടെ ദിവസത്തിൽ ആരൊക്കെ നിന്നിട്ടുണ്ടോ, നമ്മെ കണ്ട് മറ്റുള്ളവർ എന്ത് ചെയ്യണം? ഈ യേശുവിനെ പിൻപറ്റണം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അതിനുവേണ്ടി ഞാൻ അതിലേക്കൊന്ന് പയ്യെ ഡൈവേർട്ട് ചെയ്ത് അവരൊരു പക്ഷേ രാജാവ് പറഞ്ഞു കേൾക്കാൻ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും വരത്തില്ലായിരുന്നു. പക്ഷെ അവർ സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നിടമെന്ന് പ്രിയമുള്ളവരെ. നാമം ദൈവത്തിന് വേണ്ടി നേരോടെ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ ഞാൻ പലപ്പോഴും പലയിടത്തും പ്രസംഗിച്ചിട്ടുണ്ട്. ഈ പുസ്തകം ആരൊക്കെ നേരോടെ വിശ്വസ്തയോടെ വിശുദ്ധിയോടെ എടുത്തിട്ടുണ്ടോ പ്രിയമുള്ളവരെ, അവരെ മാത്രമല്ല അവരുടെ തലമുറകളെയും അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമീൻ. ഞാൻ മുന്നേ പറഞ്ഞ പോലെ പ്രശ്നങ്ങളും പ്രതിസന്ധി രോഗങ്ങളും ഭാരങ്ങളൊക്കെ വരും. ക്രിസ്തീയ ജീവിതം സ്തോത്രം നല്ല എല്ലാവരും പ്രസംഗിക്കുന്നവരെ പുൽമത്തിയല്ല പ്രിയമുള്ളവരെ. പ്രശ്നങ്ങൾ വരാം, പ്രതിസന്ധി വരാം, എല്ലാം വരാം. പക്ഷേ ഏറ്റവും അറ്റ് ദി എൻഡ് നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? നമ്മൾ നിത്യതയിൽ ആരുടെ അടുത്തെത്തണം? നമ്മുടെ അപ്പൻ്റെ അടുത്തെത്താൻ. അതിനു വേണ്ടിയിട്ടാണ് നമുക്കറിയാം, നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ പ്രീസ്ലോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹൗവയെ അന്ന് മുതൽ തുടങ്ങിയ പിശാചിയ തന്ത്രങ്ങളാണ് ഇന്നും നമ്മിൽ എല്ലാം പലപ്പോഴും നമുക്കറിയാം. 40 ദിവസം ഉപവസിച്ച് യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ പോലും പരീക്ഷകൻ അടുത്ത് വന്നതിന് പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എപ്പോഴും അടുത്ത് നമ്മളത് കാരണം എന്ത് ചെയ്യണം? മുറിയടച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മുറിയടച്ച് പ്രാർത്ഥിക്കണം. ആരോട് പ്രാർത്ഥിക്കണം? ആ യേശുവോട് പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ. അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കത്തില്ല പ്രിയമുള്ളവരെ. ഇവിടെ നാം കാണുന്നത് അങ്ങനെയാണ്. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവർക്കൊന്നും കിട്ടിയില്ല. എങ്കിലും ദൈവത്തിൻ്റെ വാക്കിന് വല ഇറക്കിയപ്പോൾ എന്ത് കിട്ടി? പെരുത്ത മീൻകൂട്ടം കിട്ടി പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. നാമും ദൈവത്തിൻ്റെ വാക്കിന് വില കൽപ്പിക്കുന്നെങ്കിൽ പ്രൈസ് ലോർഡ്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് മാത്രമല്ല, പിന്നത്തേൽ നാം കാണുന്നത്, പിന്നെ ശീമോന് ഒരു കുറ്റബോധം വന്ന ശീമോൻ പറയുകയാണ്, ഞാൻ പാപിയായ മനുഷ്യനെ എന്നെ വിട്ടുപോകാൻ പറയുക. കണ്ടോ എപ്പോഴാണ് ശീമോന് ആ ഒരു മാനസാന്തരം വന്നത്? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആ യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചപ്പോൾ തന്നെ സ്തോത്രം, ശീമോന് മനസ്സിലായി അവനൊരു പാപിയാന്ന്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അത് കാരണം അവൻ പറഞ്ഞൊരു വേടുണ്ടെങ്കിലും പിന്നത്തേൽ നാം കാണുന്നത്, ആദ്യം അവൻ മീൻപിടുത്തക്കാരനാണ്, പിന്നെ അവൻ എന്താക്കി? നമ്മൾ എപ്പോഴും ആലോചിക്കണം, ഈ വചനത്തിൽ ഈ ബൈബിളിൽ എപ്പോഴും എഴുതിയേക്കുന്ന ഒരു വേടാ, ഭയപ്പെടേണ്ട. നമുക്കെല്ലാം ഭയങ്ങളാണ്. രോഗം വരുമെന്നുള്ള ഭയം, മോൻ്റെ കല്യാണം നടക്കുമെന്നുള്ള ഭയം, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മക്കളുണ്ടാകുമോ എന്നുള്ള ഭയം, ജോലിയിലെ ഭയം, കുടുംബജീവിതത്തിലെ ഭയം. എന്നാൽ എപ്പോഴും പറയുന്നൊരു വേടുണ്ട്, ഭയപ്പെടേണ്ട. ദൈവത്തിൻ്റെ വചനത്തിൽ എങ്ങനെയാണ് ഓർപ്പിക്കുന്നത്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാകുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഭയത്തോടെ നമ്മളെന്താവും? നമ്മളൊരു ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെയും മൂലകാരണം, ഏത് രോഗത്തിൻ്റെയും മൂലകാരണം മാനസിക പിരിമുറുക്കം, ടെൻഷൻ. അത് കാരണം പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളും നമ്മൾ അവകാശമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഭയത്തെ എടുത്ത് മാറ്റണം. നമ്മൾ പ്രാർത്ഥിക്കണം. 91-ാം സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ നമ്മൾ അങ്ങ് പറഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറായിരിക്കുമ്പോഴോ നമ്മുടെ നിരാശകൾ നാം അറിയാതെ തന്നെ ദൈവം എടുത്തു മാറ്റും. ഇവിടെ നാം കാണുന്നത് ഹല്ലേലൂയ സ്തോത്രം, ആ ശീമോനെ ഏറ്റവും അവസാനം നാം കാണുന്നത് എന്താണ്? മീൻപിടുത്തക്കാരനായ ശീമോനെ മനുഷ്യനെ പിടിക്കുന്നവനാക്കി മാറ്റിയ ഒരു തമ്പുരാനുണ്ട്. ഹല്ലേലൂയ. അത് കാരണം ശീമോൻ എന്ത് ചെയ്തു? തൻ്റെ പടക് വിട്ടുകൊടുത്തു. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതമാകുന്ന പടകിനെ ഒന്ന് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാകുമോ? നാം വിട്ടുകൊടുക്കാൻ തയ്യാറായി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇറക്കുവാൻ ആ ദൈവം ശക്തനാ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ കണ്ണുകളെ നടക്കാം. എൻ്റെ സ്തോത്രം, വചന ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാവുകയാണ്. പ്ലീസ് എല്ലാവരുടെ കണ്ണുകളും നടച്ചട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, നമുക്ക് പാട്ടിൻ്റെ ഇരടിൽ ഒന്നുകൂടി ഒന്ന് പാടാൻ പ്രിയമുള്ളവരെ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാകില്ല, എൻ്റെ ദാഹം നിന്നിൽ തന്നെയാ. ഒന്ന് പറഞ്ഞേ. വേറൊന്നിനാലും ഞാൻ തൃപ്തനാവില്ല, എൻ്റെ ദാഹം നിന്നിൽ തന്നെയാ. ജീവൻ നൽകിയിടും ജീവൻ്റെ അപ്പം നീ, ദാഹം തീർക്കും ജീവനദി. സ്നേഹിക്കുന്നേ യേശുവേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, ബർത്തിമായെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചു അപ്പാ, ശീമോനെക്കുറിച്ച് ഞങ്ങൾ പഠിച്ചു അപ്പാ.
ഹല്ലേലൂയ. കർത്താവെ, കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ, എല്ലാവരും ഒന്ന് നമ്മുടെ ഹൃദയം ഒന്ന് ഏകാഗ്രതയായിട്ട് യേശുപ്പക്ക് നമ്മുടെ ഹൃദയത്തെ ഒന്ന് വിട്ടുകൊടുത്ത് ആ ശീമോൻ വിട്ടുകൊടുത്തപ്പോൾ അവന് വേണ്ടി പെരുത്ത മീൻകൂട്ടം അവൻ്റെ പടകിൽ കയറാനിടവെന്ന് പറയുന്നത്. ജീവിതമാകുന്ന പടക് നാം ഇന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ, പ്രിയമുള്ള നിങ്ങളുടെ ഏത് രോഗങ്ങളാവട്ടെ, ഭാരങ്ങളാവട്ടെ, പ്രയാസങ്ങളാവട്ടെ, കഷ്ടതകളാവട്ടെ, ഇല്ലായ്മകളാവട്ടെ, അവൻ നിറക്കി വിട്ടോ. കുഞ്ഞിൻ്റെ വിവാഹവും നടത്തിത്തരും. കുഞ്ഞിന് വേണ്ടി അഡ്മിഷൻ അവൻ ഒരുക്കിത്തരും. കുടുംബജീവിതത്തിലെ വിള്ളലുകൾ മാറ്റിത്തരും. ഭർത്താവിൻ്റെ മദ്യപാനം മാറ്റിത്തരും. നമ്മൾ എന്തുമാത്രം ചെയ്യാം? ഹൃദയം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ആ കുശുമ്പും കുന്നായ്മകളും ജലസുകളെല്ലാം മാറ്റിയിട്ട് സ്തോത്രം ആ ദിവസങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹം നിറഞ്ഞ നല്ല സമയത്തിനായി ദൈവത്തെ വാഴ്ത്തപ്പ. വിശേഷ കർത്താവേ, അങ്കിളിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ, അനുഗ്രഹിക്കണമേ. ബലവും ദീർഘായുസ്സും കൊടുക്കണമേ. ദൈവമേ, ഈ മീറ്റിംഗ് നടത്തുവാൻ കാണിച്ചു കൊടുത്ത എല്ലാ കർത്താവെ, അല്ലെങ്കിൽ നല്ല മനസ്സിനെ ഓർത്ത് ഞങ്ങൾ വാഴ്ത്തുന്നപ്പ. അനേകർക്ക് ഈ മീറ്റിംഗ് ഒരു ആശ്വാസമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ദൈവത്തിൻ്റെ ദാസിയെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. ദൈവമേ, കടന്നു വന്നിരിക്കുന്ന എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പ. അവരുടെ ആവശ്യങ്ങളോട് കൂടിയിരിക്കണമേ. വേദനകളെ മാറ്റണമേ, നിരാശകളെ മാറ്റണമേ, ഇല്ലായ്മകളെ മാറ്റണമേ, ഭയങ്ങളെ എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ദൈവത്തിൻ്റെ പൊൻകരം അവരുടെ മേൽ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ദൈവമേ, ഇവരെല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവാം ചൊല്ലി ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ. എല്ലാവരും ഒരു അനുഗ്രഹമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. മാനമഹത്വം എല്ലാം അങ്ങയ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇങ്ങനെ ആദ്യമേ ഒരു അവസരം ഈ മീറ്റിങ്ങിൽ കടന്നു വരുവാൻ സ്വർഗ്ഗത്തിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന നല്ല ഭാഗ്യത്തെ ഓർത്ത് നന്ദി കരയുന്നു. ദൈവത്തിൻ്റെ ദാസനോടും ആൻറ്റിയോടും അങ്ങനെ എല്ലാവരോടുമുള്ള എൻ്റെ സ്നേഹത്തെ നന്ദി ഈ തരുണത്തിൽ അറിയിക്കുന്നു. ആമേൻ. എൻ്റെ ഭാര്യയുടെ പേര് ജോബി മോൾ എന്നാണ്. എനിക്ക് 3 മക്കളുണ്ട്. എൻ്റെ മൂത്ത മോള് 9th പഠിക്കുന്നു, നേഹൽ. രണ്ടാമത്തെ മോൻ ബെന്നിച്ചൻ, അവൻ 5th പഠിക്കുന്നു. മൂന്നാമത്തെ മോൻ സാമുവൽ. നമ്മൾ ഓർക്കുമ്പോഴൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളെയും പ്രാർത്ഥിക്കുന്നു. വളരെ സ്നേഹത്തോടെ താഴ്മയെ നിങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. മാറാനാഥ. താങ്ക് യു.